ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കുകയാണ് ഞാൻ. എന്തെന്നാൽ എൻ്റെ ബ്രദർ, അതായത് നാഗ്പൂരിലുള്ള എൻ്റെ ഒരു ബ്രദറിൻ്റെ റിക്വസ്റ്റ് കാരണം ആ, അദ്ദേഹം ഒരു 25 ഇയേഴ്സിന് മുകളിലായി കാണും. അദ്ദേഹം എൻ്റെ അമ്മായിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. അപ്പോൾ അന്ന് എൻ്റെ അമ്മായി ചേട്ടന് ഒരു മല്ലിയില ചട്നി ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടേസ്റ്റ് അന്ന് കഴിച്ചതിന് ശേഷം ഇന്നേ വരെ ചേട്ടൻ ആ ടേസ്റ്റിൽ ചട്നി കിട്ടിയിട്ടില്ല. അപ്പോൾ കുറേ 2-3 മാസം കൊണ്ടേ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് മുതലേ എൻ്റെ അടുത്ത് പറയുകയാണ്, നിനക്കറിയാമെങ്കിൽ ആ ചട്നി ഒന്ന് ചെയ്ത് നോക്കൂ, നല്ലതാണെന്ന്. പക്ഷെ ഞാനത് അങ്ങനെ വിട്ടുപോയി. പക്ഷേ ഇപ്പോൾ വീണ്ടും 1 വീക്കിന് മുമ്പേ എന്നെ വിളിച്ച് പറയുകയാണ്, എനിക്ക് ആ ചട്നി നീ എങ്ങനെയെങ്കിലും ഒന്ന് വീഡിയോ ആക്കി ഇടണമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് എൻ്റെ അമ്മായി ഇല്ല. എൻ്റെ അമ്മായി വെച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് മല്ലിയില ചട്നി എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ടല്ലോ. കട്ടി ചട്നി ചെയ്യാം, ദോശയ്ക്കുള്ളത് ചെയ്യാം, അങ്ങനെ. പക്ഷേ ഏതാണ് ചേട്ടൻ പറഞ്ഞത് എനിക്ക് ഇന്നും കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. കാരണം ദോശയ്ക്ക് നമ്മൾ പല രീതിയിലും ചട്നി ഉണ്ടാക്കുമല്ലോ. ചേട്ടൻ അന്നത്തെ ആ രുചി നമുക്കത് ഇന്ന് അനലൈസ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണല്ലോ. ചെയ്തവർക്ക് കൂടെ അറിയില്ലല്ലോ അന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കി കൊടുത്തതെന്ന്, അല്ലേ, ഇരുന്നിരുന്നാൽ പോലും. പക്ഷേ ഞാൻ ഇന്ന് അമ്മായി ഇല്ലെങ്കിലും അനിയത്തിയുണ്ട്, അമ്മായിയുടെ അനിയത്തിയുണ്ട്, പിന്നെ എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഉണ്ട്. അപ്പം ഞാൻ ഇവരോടൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും, കാരണം ഇതാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിൽ, ഇഷ്ടപ്പെട്ടത് എന്നുള്ള രീതിയിൽ ഞാൻ ഇന്ന് ആ ചട്നി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയാണ്, ഈ ചമ്മന്തി ചെയ്തത് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം, ഓ ഇതൊക്കെ തന്നെയാണല്ലോ നമ്മളും ചെയ്യുന്നത്, ഇത്ര ഓവർ ബിൽഡപ്പ് ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ ഒന്ന് പറയാം, രുചി എന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. അതായത് പേഴ്സൺ മാത്രമല്ല, ആ മൂഡാണ്, അന്നത്തെ മൂഡ്, ആര് കൊടുക്കുന്നു, അല്ലേ. പിന്നെ എന്നും ഒരുപോലെ ഇരിക്കില്ല. ഈ ചമ്മന്തി തന്നെ നമ്മൾ ഡെയിലി വെച്ച് കഴിച്ചാലും ഓരോ ദിവസം നമുക്ക് ഓരോ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ മൂഡിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ടേസ്റ്റ്, അല്ലേ. അതുപോലെ നമ്മളെത്ര നല്ല ടേസ്റ്റായിട്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ അമ്മ ചെയ്യുന്നത് പോലെ നമുക്ക് വരില്ല. പിന്നെ വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം, നമ്മളിപ്പോൾ ചെയ്തിട്ട് അമ്മയോട് ആർഗ്യൂ ചെയ്യാം, ആ അമ്മ ചെയ്യുന്നതിനേക്കാളും ഞാൻ ചെയ്തതിനെ കൊള്ളാം, ഇങ്ങനെയൊക്കെ ഞാൻ ചിലപ്പോൾ ഒക്കെ ആർഗ്യൂ ചെയ്യാറുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഇതിനേക്കാളും ബെസ്റ്റ് അമ്മയുടെ ആണെന്ന്, അല്ലേ. വെറുതെ ഒരു വഴക്കാളിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം. അതെൻ്റെ അമ്മയ്ക്കും അറിയാം, ഇത്രയും ഇല്ല അമ്മ ചെയ്ത കുറച്ച് ഉപ്പ് കൂടുതലാണ്, ഞാൻ ചെയ്താണ് കറക്റ്റ്, ഇങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ടെങ്കിലും അത് നമ്മുടെ ഒരു, അല്ലേ. ഇതുപോലെ എത്ര ആൾക്കാരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ്, വിട്ടുകൊടുക്കില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലറിയാം എത്രയായാലും അമ്മ ചെയ്യുന്നത്, എൻ്റെ അമ്മായി ചെയ്യണത് എനിക്കിഷ്ടമാണ്. അമ്മയുടെ അനിയത്തി അക്കമ്മ എന്ന് പറഞ്ഞാൽ അക്കമ്മ ചെയ്യണത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ രുചി അതായത് നമ്മളിപ്പോൾ നല്ല മൂഡിലിരിക്കുമ്പോൾ നമുക്ക് ഒരൊന്നും വേണ്ട, വെറും ഒരു ചമ്മന്തിയും ചോറും മാത്രം മതിയാവും. പിന്നെ ചിലപ്പോൾ വിഭവസമൃദ്ധമായ എന്തെങ്കിലുമൊക്കെ കാണാം, അല്ലേ, കരിച്ചതും പൊരിച്ചതും അങ്ങനെയൊക്കെ, അല്ലേ, ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് സമയം കാണില്ല, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മൂഡിലായിരിക്കാം, എന്തെങ്കിലും ഒരു വിഷാദ ഭാവത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്കത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. ആ രുചി നമുക്ക് എത്ര നാൾ കഴിഞ്ഞ് ഓർമ്മിച്ചാലും നമുക്കത് മനസ്സിൽ വരില്ല. അപ്പോൾ അത് കാരണം രുചി എന്ന് പറഞ്ഞത് അതൊരു തനി ഇതാണ്, അത് ഓരോരുത്തർക്കും ഓരോ ഇതാണ്, അങ്ങനെയല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി ഒന്ന് കമൻസ് ഇടും. ഇതുപോലെയാണ് നിങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഞാൻ ഒരു മാപ്പ് ചോദിക്കുകയാണ്. എന്തായാലും ഞാനിന്ന് ഇത് എൻ്റെ ബ്രദറിന് വേണ്ടി ഞാനിന്ന് ചെയ്യുകയാണ്. ചേട്ടത്തി, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചേട്ടത്തി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം ചേട്ടന്. ഓക്കെ, ശരി, നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ചമ്മന്തിക്ക് ആവശ്യമായിട്ട് 1 സ്പൂൺ ഇതുകൊണ്ട് 1 സ്പൂൺ ഉഴുന്നും പരിപ്പ്, 1 സ്പൂൺ കടലപ്പരിപ്പ്, ഒരു വലിയ ഉള്ളി, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ഉപയോഗിക്കാം, കുറച്ച് പുളി, ഒരു 4-5 വെളുത്തുള്ളി, 5 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, ഒരു ബൗൾ തേങ്ങ. ഇത്രയാണ്. നമുക്കിതൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ കടലെണ്ണയോ എന്തിനും എടുക്കാം. അതിലേക്ക് അതേ ഉഴുന്നും പരിപ്പ്, ഇതെല്ലാം ഒത്തിച്ചിട്ടൊന്ന് വേവിക്കും.
പച്ചമുളക്, പുളി, തീരെ അങ്ങ് ഫ്രൈ ആവേണ്ട, ചെറുതായിട്ടൊന്ന് ഉള്ളി വാടി കിട്ടിയാൽ മതി. അപ്പോൾ തേങ്ങ അതിനൊപ്പം തന്നെ മല്ലിയില, മതിയാവും. ഇതിൻ്റെ തണുപ്പതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കിപ്പോൾ ഇതിനെ മിക്സി ജാറിലേക്ക് മാറ്റാം. അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതേ പാത്രത്തിൽ തന്നെ താളിച്ചൊഴിക്കാൻ പോവാണ്. പിന്നെ കുറച്ച് ഞാൻ കടലെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉഴുന്നും പരിപ്പ്, കടുക് ഒക്കെ ഇട്ട് കൊടുക്കാം. ഉഴുന്ന്, ഒരു മുളക്, കുറച്ച് കറിവേപ്പില, നമുക്ക് ഗ്യാസ് ഇട്ടിരുന്ന് വെള്ളം ചേർക്കുന്നതല്ല, ചൂടുവെള്ളം ചേർക്കണം. കാരണം നമ്മളിത് തിളപ്പിക്കുന്നില്ല ചമ്മന്തി. ഇത് ഡയറക്റ്റ് താളിച്ച് ഇങ്ങനെ ഒഴിച്ചാലും കുഴപ്പമില്ല. വെറുതെ അരച്ച് വെച്ചിരുന്നതിൻ്റെ പുറത്ത് എണ്ണ താളിച്ചതിൽ ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ കടായപ്പോൾ ഇവിടെ ഇരുന്നത് കാരണം ഞാൻ അങ്ങനെ ഒഴിച്ചു. ഇപ്പോൾ ചൂടുവെള്ളം ഒഴിക്കാം. കൂടുതൽ വെള്ളമാക്കണ്ട, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അതിന് കുറച്ച് ഉപ്പിടണം, അത്ര തന്നെയാണ്. ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റായ മല്ലിയില ഇട്ട ചമ്മന്തി, അതായത് മല്ലിയില ചമ്മന്തി എന്ന് തന്നെ പറയാൻ പറ്റില്ലല്ലോ, മല്ലിയില ചേർത്തരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനതൊന്ന് ചൂടോടെ കഴിച്ച് നോക്കാം. അതായത് മോൻ കഴിച്ചു, നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കിന്ന് വൈറ്റ് ദോശ അല്ല, ഇന്നും റാഗി ദോശയാണ്. റാഗി ദോശ നന്നായിരിക്കും. ഇത് വെറും റാഗിയല്ല, ഗോതമ്പും റാഗിയും പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കുതിരവാലി അരി പൊടിച്ച് ചേർത്തിട്ടുണ്ട്. നമുക്കത് കഴിച്ച് നോക്കിയിട്ട് പറയാം. ഇത് രാവിലെ മോക്ക് സ്കൂളിൽ അവൾ കുറേ നാൾ കൊണ്ട് ചോദിച്ചുകൊണ്ടിരുന്നു, അവൾക്ക് ഫിഷ് പൊരിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ അവൾക്ക് വേണ്ടി ഫ്രൈ ചെയ്തതാണ്. ഇത് 2 ബാക്കിയുണ്ടായിരുന്നു. കഴിച്ച് നോക്കിയിട്ട് പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ റാഗിക്ക് ദോശയ്ക്കും ചെയ്ത് നോക്കൂ. റാഗി ദോശയ്ക്ക് സൂപ്പറാണ്. സാധാ വൈറ്റ് ദോശയ്ക്ക് നന്നായിരിക്കും. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇതിലല്പം എനിക്ക് പുളി ഇങ്ങനെ കൂടി നിൽപ്പുണ്ട്, അത് തന്നെയാണ് ടേസ്റ്റ്. എന്താ ആ ചേട്ടൻ ഇത് തന്നെയാണോ കഴിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ചേട്ടൻ ചേട്ടൻ ഇത് വെച്ച് കൊടുക്കണം, അടിപൊളിയാണ്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ അവിടെ ഇല്ല, മിസ് ചെയ്യുന്നു ഞാൻ. ചേട്ടനും ഇത് ഇഷ്ടമാണ്. വന്നതിന് ശേഷം ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. ഞാൻ ഇതുകൂടെ പറയണം, ചേട്ടൻ വരുമ്പോൾ ഇതുപോലെ ഞാൻ ഉണ്ടാക്കി തരാം. നല്ല ടേസ്റ്റാണ്.
നല്ല ടേസ്റ്റ്. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചെന്നാൽ കുതിരവാലി എന്തുണ്ടെന്ന്. ഫോക്സ് ടൈൽ എന്ന് പറയാൻ മില്ലറ്റാണ്. കുതിരവാലി, ചാമ, തിന, കമ്പ്, നമ്മളെ റാഗി, അതായത് കേഴ്വരക്, നമ്മൾ കൂരവെന്ന് പറയും, തമിഴിലാണ് കേഴ്വരക്. അതെ. പിന്നെ വറക്, ഇതെല്ലാം മില്ലറ്റ്സ്. ഇതിൽ കൂടുതലും ഫൈബർ കണ്ടൻറ്റ് കൂടുതലായത് കാരണം ഡയറ്റ് കൺട്രോളൊക്കെ ചെയ്യുന്നുള്ളവർക്കൊക്കെ, ഡയറ്റിലിരിക്കുന്നുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭ്യമാണ്. ഗ്രേസ് പോലത്തെ സൂപ്പർ മാർക്കറ്റ്, അല്ലാതെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലഭിക്കും. ഞാൻ ചെന്നൈയിലിരുന്ന സമയത്താണ് എനിക്കിതിനെപ്പറ്റിയുള്ള കൂടുതൽ. ഞാൻ നാട്ടിലിവിടെ ഇരുന്നപ്പോൾ കല്യാണത്തിന് മുമ്പ് വരെ എനിക്ക് കൂരവ് മാത്രമേ അറിയാവൂ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അറിയില്ല. കല്യാണം കഴിഞ്ഞ് ചെന്നൈയിലൊക്കെ പോയപ്പോഴാണ് സ്വയം നമ്മൾ മാർക്കറ്റിൽ ഷോപ്പിങ്ങിനൊക്കെ പോയില്ലേ, അപ്പം അങ്ങനെ തന്നെ എനിക്കറിയാം. പിന്നെ യൂട്യൂബ് ചാനലുകളും അതും വലിയൊരു സപ്പോർട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഞ്ഞിയും ദോശയും അങ്ങനെ എല്ലാം, ഇഡ്ഡലിയും എല്ലാം ചെയ്യാം. നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ മറ്റേ ദോശ 4 കഴിക്കുന്ന സമയത്ത് 2 കഴിച്ചാൽ മതിയാവും. അത്രയ്ക്ക് നമുക്ക് വയറ് നിറയും, ഫാറ്റിനെയും കൊളസ്ട്രോളിനെയും എല്ലാം കൺട്രോൾ ചെയ്യും. ഷുഗർ പേഷ്യൻറ്റിനും കഴിക്കാം. പിന്നെ വറക് മാത്രം കുറച്ച് ഇച്ചിങ്ങൊക്കെ ഉള്ള ആൾക്കാർ, ബോഡി ഇച്ചിങ്ങൊക്കെ ഉള്ള ആൾക്കാർ വറകിന് അല്പം കൺട്രോൾ ചെയ്യണം. അത് അങ്ങനെയാണ് ഡോക്ടേഴ്സ്, അതായത് ഡോക്ടേഴ്സ് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഞാൻ. സിദ്ധ വൈദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വൈദ്യരൊക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ശരി, എന്തായാലും ഈ ചമ്മന്തി ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അടിപൊളിയാണ്. ചെയ്തിട്ട് എനിക്കൊന്ന് കമൻസും തരൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്കപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.